ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ പേ ലേറ്റർ. ഒറ്റപ്പാലം നഗരസഭയിൽ ഹരിത കർമ്മസേനയ്ക്ക് മാലിന്യം കൈമാറുന്നതിന് സഹകരിക്കാത്തവർക്കെതിരെയുള്ള നടപടി കടുപ്പിക്കൽ കൂടുതൽ ചർച്ചയ്ക്ക് ശേഷം മാത്രം. വ്യാപാരികളുമായി ചർച്ച ചെയ്ത ശേഷം തീരുമാനമെടുക്കാമെന്ന് നഗരസഭാ യോഗത്തിൽ ധാരണയായി. വിഷയത്തിൽ രാഷ്ട്രീയ ഭേദമില്ലാതെ ക്രിയാത്മക ചർച്ചകൾക്കൊടുവിലാണ് വ്യാപാരികളുമായി ചർച്ച നടത്താൻ തീരുമാനം. കേരള നഗരസഭാ നിയമം സെക്ഷൻ 326D പ്രകാരം ഹരിത കർമ്മസേനയ്ക്ക് തുടർച്ചയായ 3 മാസം യൂസർ ഫീ നൽകാത്ത സ്ഥാപനങ്ങൾക്കും വീടുകൾക്കും നഗരസഭയുടെ സേവനം നൽകാതെ നടപടി സ്വീകരിക്കുന്നത് സംബന്ധിച്ചുള്ള ശുപാർശയിന്മേലാണ് വിശദമായ ചർച്ച. ചെറിയ സ്ഥാപനങ്ങൾക്ക് കൈമാറാൻ മാലിന്യമുണ്ടാകില്ല. അത്തരം സ്ഥാപനങ്ങൾ പോലും മാസം 150 രൂപ നൽകണമെന്നതും നൽകാത്തവർക്കെതിരെ നടപടിയെടുക്കുമെന്നതും ശരിയായ നടപടിയല്ലെന്ന് കൗൺസിലർമാർ വാദിച്ചു. നിലവിൽ യൂസേഴ്സ് ഫീ നൽകാത്ത വ്യാപാരികളുടെ ലൈസൻസ് പുതുക്കി നൽകാത്ത സ്ഥിതിയുണ്ട്. കഴിഞ്ഞ വർഷം ലൈസൻസ് പുതുക്കാൻ 3 മാസത്തെ കുടിശ്ശികയായുള്ള യൂസേഴ്സ് ഫീ വാങ്ങിയ ശേഷമാണ് പുതുക്കി നൽകിയത്. എന്നാൽ അതിനുശേഷം വ്യാപാരികളിൽ പലരും ഫീ നൽകിയിട്ടില്ലെന്നും ഭരണസമിതി വിശദീകരിച്ചു. 5 ചാക്ക് വരെ അജൈവ മാലിന്യത്തിന് 150 രൂപ സ്ഥാപനങ്ങളിൽ നിന്നും 60 രൂപ വീടുകളിൽ നിന്നുമാണ് ഈടാക്കുന്നത്. 5-ൽ കൂടുതലാണെങ്കിൽ കൂടുതൽ പണം നൽകണം. ഈ വ്യവസ്ഥ മാറ്റണമെന്നും മാലിന്യത്തിന്റെ തൂക്കത്തിനനുസരിച്ച് യൂസർ ഫീ നിശ്ചയിക്കണമെന്നും ആവശ്യമുയർന്നു. വ്യാപാരികളുടെ യോഗം വിളിച്ച് ആ തീരുമാനങ്ങൾ കൗൺസിലിൽ ചർച്ച ചെയ്ത് ധാരണയാക്കാമെന്നും ചെയർപേഴ്സൺ MK ജയസുധ, വൈസ് ചെയർമാൻ K രാജേഷ് എന്നിവർ കൗൺസിൽ യോഗത്തെ അറിയിച്ചു. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.